ആദ്യമായിട്ട് ഇതെന്താ കാണിക്കണേ? ആംഗ്യ ഭാഷയിലെ മിമിക്രി കാണിക്കണോ? എടാ എനിക്ക് തരുന്നില്ലടാ ചേട്ടാ. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവാട്ടോ. ഒരു വെറൈറ്റി ഒരു സ്ഥലമാണ്. കിഡ്സിന് നല്ല ഫൺ ആക്ടിവിറ്റിയും, കിഡ്സിന് മാത്രമല്ല എല്ലാവർക്കും പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഞാൻ നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഈ കയറ്റം കയറി വന്നപ്പോൾ അത്യാവശ്യം ഞങ്ങൾ എല്ലാവരും മടുത്തു. അവിടെ ചെന്നിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും കയറാൻ ആൾക്കും വയ്യ. നല്ല ചെളിയല്ല, മഴ പെയ്തിട്ടൊക്കെ വണ്ടി പോയിട്ട് നല്ല ചെളിയായിട്ടുണ്ടല്ലേ. ഞാൻ നല്ല രീതിയിൽ കിതക്കുന്നുണ്ട്. കിതക്കണ്ടാ കൊച്ച്? കിതക്കണ്ടാ? ഒരു 7-8 വർഷമായി കാണുമല്ലോടാ ഈ വഴി ഇങ്ങനെ ആയിട്ട് അല്ലേ? കുറച്ചായിട്ടുണ്ടല്ലേ. അയ്യോ, ഇത് എങ്ങനെ കിടക്കും നമ്മളല്ലേ? ഒരു കാര്യം ചെയ്യാം, എൻ്റെ പുറകെ പോവാം, ഈ വഴി പോവാം. ചവിട്ടി കഴിഞ്ഞാൽ ചെരുപ്പം എല്ലാം വെള്ളയാ, മൊത്തം ചെളിയാവും. സാരല്ല, കാല് കഴുകാൻ വാ. സാധാരണ നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ടാൽ തന്നെ അവന് മനസ്സിലോട്ടെ എങ്ങോട്ടോ നമ്മൾ പോകാനുള്ള പ്ലാനാണേ. അപ്പോൾ തന്നെ ആൾക്കും കൂടെ വരണം. അത് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. യാത്രകൾ ചെയ്യാനൊരു മടിയില്ല. വണ്ടി ഇങ്ങനെ മൂവ്മെന്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. മൂവ്മെന്റ് ചെയ്തില്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ എന്ന് പറഞ്ഞോണ്ടിരിക്കും. പോട്ടെ 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 എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കണേ പ്രശ്നമില്ല. നമ്മൾ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് ഓട്ടോ പിടിക്കേണ്ട ടാക്സ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഓട്ടോ. ഇതാ നമ്മുടെ വണ്ടി എത്തി. പിള്ളേരെന്താ മാറാത്തെ? സിംബ ഇക്കൂടെ വിളിച്ചിട്ട് വാ. പോയി എന്താ വരുന്നില്ല? എന്റെ എയറും ചെക്ക് ചെയ്യണായിരുന്നു കേട്ടോ. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്. അത്യാവശ്യം ഒരു 70-76 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. രണ്ട് മണിക്കൂർ എടുക്കും തോന്നുന്നു. ഞങ്ങൾ രാവിലെ 5:30 നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷെ 5:30 എഴുന്നേറ്റിട്ട് നമ്മൾ 8 മണി വരെ വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ പ്ലാൻ നേരത്തെ ബസ്സിൽ പോകാനുള്ള പ്ലാൻ ആയിരുന്നു നമ്മള്. ഞങ്ങള് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കസിന്റെ വണ്ടി നമ്മൾ എടുക്കുമായിരുന്നു. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ രണ്ടും കയ്യിൽപ്പിച്ച് ഞങ്ങൾ ബസ്സിന് പോകാനുള്ള പ്ലാൻ തന്നെയായിരുന്നു. നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഫുഡ് നമ്മൾ രാവിലെ കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ അടുത്ത ഫുഡ് കഴിക്കാനുള്ള നമുക്ക് ലൊക്കേഷൻ നല്ല നോക്കണം. അപ്പോൾ നേരത്തെ ഒരു സ്പോട്ടാണ് ഇവിടെ കാണിച്ചു തരാവേ. നല്ല ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ. ഈ ഹോട്ടലിൽ കഴിക്കാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത് നമ്മൾ ഇവിടെയാണ്. ഇതപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനം കിട്ടും, കോസ്റ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. എന്താ കഴിക്കണേ? ദോശ. യു ദോശയല്ലേ? ഓക്കെ, എന്നാ എനിക്കും ദോശ. ഈ പക്കവടയോ? ഓക്കെ. നല്ല ഫുഡല്ലേ അവിടെ? ഇങ്ങോട്ട് എന്നെ ഉറക്കുമായിരുന്നു. നമുക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് നേരെ കയറാം. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കുഴപ്പമില്ല. വേഗം കഴിക്കുക. പെട്ടെന്നാവട്ടെ. മതി. അങ്ങോട്ട് പോകണ്ട, അത് തൊടണ്ട. ഇവനിപ്പോൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ടാസ്ക് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. ഫുഡ് മുഖ്യം വെക്കില്ലേ? ഫുഡ് സമയത്ത് കിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരനാട്ടോ അല്ലേ? കൊള്ളട്ടെ, ഇതിന് എൻട്രി കൊള്ളാം അല്ലേ? 50 രൂപ 3. ഓക്കെ. ഒരാൾ പെർ ഹെഡ് അല്ലേ? ഇതാ ടിക്കറ്റ് എൻ്റെ പോയി. ഇതിലേ കയറി പോണേ? ഇങ്ങനെ കയറി പോവാം. ഇങ്ങനെ പോകണം അല്ലേ? ഓക്കെ. ഇതെന്തിനാണ്? ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എന്താ? താങ്ക് യു. ഇതൊക്കെ കൊടുക്ക്. ഇതൊക്കെ ഇവിടെയും വളരുമല്ലേ ഈ കാലാവസ്ഥയിലല്ലേ? ചിരിക്കുവാണോ? എടാ എനിക്ക് തരുന്നില്ലടാ. ഓ എനിക്ക് ചെറിയ പിടി, കയ്യെ കടിച്ചാലോ? അവന് ഓർക്കത് എന്ത് ജീവി എന്നൊക്കെയല്ലേ? ഇല്ല വെയില് കായോന്ന് തോന്നുന്നല്ലേ? ഹൈറ്റ് കുറഞ്ഞുള്ള പുഗണൂർ ബുള്ളോ അങ്ങനെ എന്താ വേണ്ട പറയണത് തോന്നുന്നല്ലേ? അത് തന്നെ നോർമൽ കാള തന്നെ. വേണ്ട, തൊടണ്ട. പുഗണൂർ ബുള്ളെന്ന് പറഞ്ഞു. പുഗണൂർ ബുള്ള എന്തൊക്കെയാണോ വായിക്കുന്നത്? മിനിയേച്ചർ ഹോൾസ് അല്ലേ? എനിക്ക് അവനെ കാണത്തില്ല. വെറൈറ്റി ടൈപ്പ് ഓഫ് ഷീപ്പ് ആയിരിക്കാം. ഡോങ്കിയാ ഇത്? ഡോങ്കി എന്നുള്ള മെൻഷൻ ചെയ്തേക്കണേ. എക്സ്ക്യൂസ് മീ, ഹലോ. നല്ല രസമുണ്ടല്ലോ കാണാൻ. വാട്ട് അബൌട്ട് ദിസ് വൺ?
ഒറിജിൻ ഓസ്ട്രേലിയ. എന്റെ അമ്മേ പേടിച്ചു പോയല്ലോ. വെറൈറ്റി ചെവി അല്ലേ ഇത്? നോക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ. ചിരിക്കുമെന്ന് തോന്നല്ലേ? ഇതെല്ലാം കുത്തൂടായി. ഹലോ, ചാടൂ ഇങ്ങോട്ട്. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമുക്കറിയില്ല അവർക്ക് എന്താ കറക്റ്റ്. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫുഡൊക്കെ ആയിരിക്കും, ഡയറ്റൊക്കെ ആയിരിക്കാം. ഒരു കൊത്തു കുത്തിയാലോ? ഒന്ന് കൊത്തിയാലൊന്നും ചെയ്യില്ലെന്നൊക്കെ ഡയലോഗാണേ. പക്ഷെ ഇവരുടെ ഈ സെറ്റപ്പ് ചെയ്തേക്കുന്ന അടിപൊളിയാട്ടോ. ചെറിയ ചെറിയ വീടുകൾ പോലെ അല്ലേ? നൈസ് ആയിട്ടുണ്ടല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയാം. എല്ലാം വെൽ അറേഞ്ച്ഡ് ആണ്. അതാ പറഞ്ഞ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവര്. സോ ഇവിടെ ബേർഡ്സിന്റെ ആട്ടോ. യു വാണ്ട് ടു സീ ബേർഡ്സ്? എന്താണ് അതിനിപ്പോ അതിന് പിടിക്കണം, അതിനെ പിടിച്ചിട്ടൊന്ന് കുഴയണം, അതിന് വേണ്ടിയിട്ടാ അല്ലേ? അല്ലേ? ഹായ്, ഇതാ ഇവനെ നോക്ക്, ഇവനെ നോക്ക്. നല്ല ക്യൂട്ടല്ലേ? പേരുണ്ടാവും, പക്ഷെ ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും, കാണുന്നില്ല. ഇവിടെ ചോദിച്ചാൽ മനസ്സിലാവും. പക്ഷെ അത് പെരിച്ചാഴിയല്ല, അതൊരു തരത്തിലൊരു മൗസാണ്. ഇത് നോക്ക്, ബബ്ലു റാറ്റ്. ഇത് ബ്രിട്ടൻ, ടൊറന്റോ. മിക്ക പടത്തിൽ ഈ ടൈപ്പ് ക്യാറ്റ് ഉണ്ട് ഹോളിവുഡ് മൂവീസിലൊക്കെ. ഈ പൂച്ചക്കുണ്ടല്ലോ സ്കിൻ ഉണ്ടാവില്ല. അത് നോക്ക്, സ്കേറി ലുക്കല്ലോ. നോക്കി, ആണല്ലേ? പിടിക്കേ. അയ്യടാ, എന്നെ ക്യൂട്ടല്ലേ? മതി ഇങ്ങനെ കേട്ടിക്കോ. ടാറ്റാ. ഇതിനെല്ലാത്തിനും എന്തെങ്കിലും പേരുകൾ ഇട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇത് കൊള്ളാട്ടോ. പക്ഷെ ഇതിന്റെ കളർ അടിച്ചിട്ടുണ്ടല്ലേ? പറഞ്ഞതിനെ പിടിച്ചാൽ കൊള്ളാമെന്നുണ്ടേ. അപ്പോൾ ഒളിക്കണേ, അവസാനം കൊത്തും പിടിച്ചിട്ട് പോകണ്ട വരും കേട്ടോ. നോക്ക്, ഇത് ഒരു തരം മങ്കികളാണ്. ഈ കുരങ്ങെന്ന് പറഞ്ഞാൽ മതി, മങ്കി എന്ന് പറയണ്ടെന്ന്. പക്ഷെ ഇവരെ പിടിക്കാൻ തരില്ല, ചിലപ്പം പറയാൻ പറ്റില്ല. 3 അല്ല, 1 2 3 4 ഉണ്ട്. ഇത് അതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് പറഞ്ഞോ. മറ്റേ എടുക്കാൻ പറ്റുമോ? ഷാർപ്പായിക്കോ? കൈമുറിയൂല്ലേ? ഒന്നും ചെയ്യില്ലോ അല്ലേ? അർജന്റീനയും അതോ കടിക്കുവോ? നല്ല ഉറക്കത്തിലാട്ടോ. എടുത്താണ് മിക്കവാറും നമ്മുടെ കൈമുറി. നോക്ക്, നല്ല ഇറക്കം കിട്ടിക്കഴിഞ്ഞാൽ മതി അല്ലേ? പിന്നീട് ഒരു 3-4 ദിവസം വരെ അതിന്റെ ഒരു കടച്ചിലും. ഇത് ഹെഡ് ജോഗ് അല്ലേ? മുള്ളാണത്? കൊള്ളുവോ? അവര് ബോൾ ടൈപ്പ് ആവുകയോ. ഇങ്ങനെ ഇരിക്കൂല്ലേ? ഓ, പക്ഷെ ഇതിപ്പോ ഈ മുള്ളു പോയിസൺ ആണോ? അല്ലല്ലേ? ഇതിങ്ങനെ തെറിപ്പിക്കുവോ? ഇല്ല അല്ലേ? ഇങ്ങനെ ബോളായിട്ടിരിക്കൂല ആള്. നല്ല ഷാർപ്പായിരിക്കും. നല്ല ക്യൂട്ടല്ലേ? It was at this moment that he knew he fucked up. കടിക്കില്ലല്ലേ? ആണോ? എന്റെ അമ്മ, എന്റെ ഹാർട്ട് ബീറ്റ് ഇത്രേ ഇവിടം വരെ ഇടിച്ചു. ഇത് പൈത്തണല്ലേ? ജയിലിലോട്ടോ ആണല്ലേ? വായിക്ക് കയറുന്നു. കടി കിട്ടിയാലെല്ലാം കിട്ടും. ചാവില്ലാന്നല്ലേ? 5 വയസ്സിന് പ്രായത്തിലൊന്നും കൂടുതൽ കൊടുക്കാറില്ല. ഷെഡിങ്ങിന്റെ സ്കിന്ന് റിമൂവ് ചെയ്യണം. ടൈമായല്ലേ? കുറച്ച് അഗ്രസീവാകുന്ന സമയത്ത്. ഓക്കെ. അസുഖങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും പയ്യെ ആണോ? ബ്ലൂവും യെല്ലോ ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടില്ല. ഗ്രീനൊക്കെ നോർമലാ. ഇതോ? എന്താ വാലും കൊണ്ട് കടിക്കുന്നു? എന്റെ കൈ വെച്ച് കറക്റ്റ് അല്ലാതായിരുന്നു. ഇല്ല, ഷാർപ്പല്ല, പേടിക്കണ്ട. പൊക്കി പിടിക്കട്ടെ. ഈ ഭാഗം താഴെരുത്, തല വെക്കണ ഭാഗം താഴെരുത്. എങ്ങനെയുണ്ട്? തൊടാൻ പറ്റും ഇങ്ങനെ? കുഴപ്പമില്ല അല്ലേ? വെജിറ്റേറിയൻ അല്ലേ? ചേട്ടാ ഇപ്പൊ പെർഫെക്റ്റ് ആയി അല്ലേ? ആണോ? എന്റെ അമ്മോ, ഒരടറായിട്ട് കേട്ടോ. നോക്ക്, കടിക്കോ? നേരെ നിൽക്ക. ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. ചുണ്ടലേക്ക് കയറുന്നു.
ഇതെന്താ കാണിക്കണേ? ആംഗ്യ ഭാഷയിലെ മറ്റേ മിമിക്രി കാണിക്കണോ? എങ്ങനെയുണ്ടായിരുന്നു? നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോടായിരുന്നോ? ഇങ്ങോട്ട് നോക്കടി എന്നൊക്കെ. തൂറ്റ ഇങ്ങോട്ടേക്ക്. പബ്ലുവിന് എന്ത് ധൈര്യം അല്ലേ? കണ്ടോ, കണ്ടുപിടിക്ക്. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ പറയണം, പെട്ടെന്ന് ചെയ്യാം. വേമ്പാ വേണ്ടേ? അയ്യേ ധൈര്യമില്ല. ചെയ്യണ്ടെന്ന് നിജമേ, ചെയ്യണ്ടെന്ന് പേടിയായി. അതിനെ പിടിക്കണ്ട. എടാ നല്ല കടി അടിക്കട്ടോ, ചെറുതായിട്ട് വേവിച്ചു. ഈ അണ്ണാനെ കടിക്കില്ലേ ആ രീതി. ഇഗ്വാനയോ? ഇഗ്വാന ഉണ്ടോ? പക്ഷെ ബാമ്പിട്ടായി. ഇടുവാണെ ബ്ലാക്ക് വേപ്പറിന് ഇടണം. പറ്റുമോ? ഓ സിൽവർ ഗ്ലൈഡ്. ആ പിടിക്ക്. പയ്യെടുക്ക്. ആരോക്കെ? നമ്മളൊക്കെ എന്ന് പറയാം. അതോക്കെ എന്ന്. ഒന്നും പേടിയാ വേണ്ട. വല്ല മോത്തോട് ചാടിയാൽ മതി. ആ കൈ കഴിയാൽ മതി, സാരില്ല. 3 ഉണ്ടോ? ആരല്ല പൊന്നു, ഞങ്ങൾ പോവാട്ടോ. ടാറ്റാ. അങ്ങനെ സ്റ്റാച്ചു ഇട്ട് നിന്നോ. ഫൈനലി പൊന്നു. ഇത്രേ ഉള്ളൂ. കൂളാണ്. എന്റെ ദൈവമേ, പാമ്പിനെ പിടിച്ചത് മുന്നേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഇവള് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് പോയി. അത് ഒട്ടും പ്രതീക്ഷയില്ല ഞങ്ങള്. ഇത് ആക്ച്വലി സംഭവം അടിപൊളിയാണ്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്. അത് രസമായിരിക്കും. അയ്യോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനത്തിൽ തൊടുന്നത് തന്നെ. എന്റെ അമ്മ ഹാർട്ട് ബീറ്റ്, എന്റെ ഹാർട്ട് പുറത്ത് വന്നില്ല എന്നുള്ളൂ. ലവ് ബേർഡ്സ് അല്ലേ ഇവിടെ? നമ്മുടെ ടർക്കി കോഴിയല്ലേ? എന്നാടാ? എനിക്ക് മാത്രം ഒന്നും തൊടാൻ തന്നില്ലായിരുന്നു എന്നൊക്കെയുള്ള സങ്കടത്തിലാണ് ഇരിക്കുന്ന ആള്. കൊച്ചിന് പിടിക്കാൻ പറ്റില്ല. അയ്യോ ഞങ്ങൾ പിടിക്കാൻ വേണ്ട, ഞങ്ങൾ വിട്ടതേ. എനിക്ക് തന്നെ അടക്കം അറിയാവുന്ന മർമോസ് തുടർന്ന് കടിക്കുന്നു. എന്താടാ? ഇത് കടിക്കൂലേ? സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ടല്ലേ? ഈ നേച്ചറും സൂപ്പർ വൈബും അല്ലേ? ഒരു കാടിന്റെ ഒക്കെ ഉള്ളിൽ നടന്നു പോകുന്ന ഫീലൊക്കെ വരുന്നുണ്ട് എനിക്ക്. പക്ഷെ ഇതിപ്പം കുറച്ചുകൂടെ വെയിലില്ലെങ്കിൽ നല്ല തണലായിരുന്നു, നല്ല അടിപൊളിയായനെ. എടുത്ത് നോക്കടാ, ഈ അണ്ണാൻ നോക്കി. പിന്നെ ഫാസ്റ്റ് അല്ലേ? ചിലപ്പോൾ കൈയിട്ട കടിക്കും. ഞാൻ ഇവിടുന്ന് ഇതിലേക്ക് കൂടെ പറന്നു വരും. ഓർത്തു നിങ്ങൾ പിടിച്ചോടാ. കൈ പൊക്കി പിടിക്കുക, കൈ പൊക്കി പിടിക്കില്ലെങ്കിൽ ഒന്നി നോക്ക്. ഈ സാധനം ഫീഡ് ചെയ്യ. എന്റെ കൈ അടി കൂടുന്നു. നല്ല ഷാർപ്പായിട്ട് എന്ത് ചെയ്യുന്ന ഓട്ടോ ബ്രഷിങ് കാണിച്ചില്ല. എന്നെ തുടലിട്ട് നമുക്ക് കൊത്തുകൂട്ടോ. ഇത് പാവട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ലടാ. എന്തത്? കാണിച്ചു കൊടുക്ക്, മാറി നിൽക്ക്. ഈ ഷിട്ടയുടെ കാര്യം. കൈ നോക്കി, കൈ മുറിഞ്ഞു. റെസ്റ്റ് എടുത്തോട്ടോ. ഇത് നോക്ക്, ഇത് കണ്ടോ? കൈയൊക്കെ എന്റെ മുറിഞ്ഞു. ഇവിടെയൊക്കെ. അയ്യോ, നല്ല നിങ്ങളുണ്ടല്ലേ. ഗുസ്തിയാ രണ്ടുപേരും ഫൈറ്റിംഗ് ആയിരിക്കും. ഇടി മേടിക്കൂട്ടോ ഫൈറ്റ് ചെയ്താല്. എടുത്ത് മങ്കൂസടാ. മങ്കൂസ് ഗണത്തിൽ പെട്ട സാധനം തോന്നുന്നു. കുറച്ച് സിംഹത്തിനെയും പുലിയും കൂടെ ഇടേണ്ടിയിരുന്നോ? അതിന് നമുക്ക് കാട്ടിപ്പോ. അത് കുറച്ച് അത്യാഗ്രഹമല്ലേ എന്നൊക്കെ അല്ലേ? അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങുവാണ്. ഒരു 3 മണി 3:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂറുകളും എടുക്കൂട്ടോ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും. വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ എന്തായാലും ഇത്രേ ഉള്ളൂ. എല്ലാവരും വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. വെർത്താണ്, കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്താണ്. രാവിലെ വന്ന് നമുക്ക് ഉച്ചവരെയൊക്കെ അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് വന്ന കിഡ്സിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ ഗൈസ്, സീ യു. തൃശ്ശൂര് അനുഭവിക്കാത്തവർ എന്തായാലും അനുഭവിച്ചിരിക്കണം. അനുഭവിക്കാത്തവരുണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ
മാറിപ്പോയി കാണുന്നില്ലായിരുന്നു അതാണ്